രഞ്ജു, പുതിയ ഇഷ്യൂടാ. ഉം. പുതിയതല്ല, പഴയ ഇഷ്യൂ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. ഫോണ്. ഉം. എത്ര നോക്കിയിട്ടും എക്സാം അടുത്തില്ലേ? ഈ ഫോണ് ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് ഫോണാണ് കുട്ടികളുടെ കയ്യില്. ഉം. ഞാൻ പറഞ്ഞു പറഞ്ഞ് പലതും ട്രൈ ചെയ്തു. എനിക്ക് ഒന്നും ശരിയാവണില്ല രഞ്ജു. എടാ ഇത് എന്റെയും ഒരു വലിയ തലവേദനയായിരുന്നു. പക്ഷേ ഒരു മാജിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ എൻ്റെ ബേബി എനിക്ക് ആ ഫിഷ് ബോൾ തന്നു. നീ കണ്ടതാണല്ലോ മുഴുവൻ മീനുകളും. ഇപ്പൊ എന്താ പിള്ളേരുടെ ഏറ്റവും വലിയൊരു ടൈം പാസ് എന്നറിയോ? ഫോണല്ല. നേരെ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഈ ഫിഷ് ബോളും നോക്കി ഓരോ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതും അതിന് കമന്റേറ്ററി പറയുകയും ഇതൊക്കെയാണ് ഇപ്പൊ പിള്ളേരുടെ പണി. ആ, നല്ല ഐഡിയ ആണല്ലോ. ഉം. ഫിഷ് ബോൾ വാങ്ങട്ടെ. വാങ്ങ്. നിന്റെൽ ഓൾറെഡി ഉണ്ട്. ഉണ്ടല്ലോ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ. എടാ, അത് ഇത്ര ഈസി അല്ല. ഫിഷ് ബോൾ വന്ന സമയത്ത് ഫിഷ് ടാങ്ക് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തപ്പോ എല്ലാരും വളരെ ഹാപ്പി ആയിരുന്നു. ഉം. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ ഫിഷ് ടാങ്ക് ക്ലീനിങ് ഞാന്, ഫിഷിന് ഫുഡ് കൊടുക്കണ ഞാന്, ഫിഷിനെ നോക്കണത് ഒക്കെ ഞങ്ങള്. കുട്ടികളും എല്ലാവരും പിന്നെയും പിന്നെയും അവരെ ഫോൺ കൊടുത്ത് അവരവരെ പാട്ടിന് പോയി. ഇതിപ്പോ ഉം. താൽക്കാലികമായിട്ടല്ലേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അവരെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യിപ്പിക്കും? എന്തുകൊണ്ട് ചെയ്തുകൂടാ? നീയല്ലേ ടോം സോയറിന്റെ സ്റ്റോറി പറഞ്ഞത്. അപ്പം അതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ലേ, നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കിയാ എല്ലാവരും വന്ന് അതിന്റെ അകത്ത് അവരുടെ ഓന്റെ പാർട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഐഡിയയും കൂടെ ചെയ്തു നോക്കിയാലോ? ശരി. അപ്പൊ കുട്ടികളുടെ ഫോണ് നമ്മള് ഫോൺ ടൈം കുറയ്ക്കുക. അവര് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാ നീ പറഞ്ഞ പോലെ ചെയ്യാ. ഇനി ഒരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ. ഇന്റെ ഫോണിന്ന് ഇന്നെങ്ങനെ മാറ്റും? അയ്യോ, അതാണിപ്പൊ എന്റെ ഒരു തലവേദന. എന്താന്ന് പറഞ്ഞാ അങ്ങനെ ഫോൺ ഇരിക്കുമ്പം ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുമ്പോഴായിരിക്കും ഫോൺ എടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കുമ്പോഴത്തേക്കിനും ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ 45 മിനിറ്റ്സ് 1 hour ഒക്കെ പോയിട്ടുണ്ടാവും. ഒരു മെസ്സേജ് എന്താന്ന് നോക്കാൻ വേണ്ടി എടുത്ത ഫോണ് ഒരു 1 hour ഒക്കെ. പിള്ളേരെ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? സെയിം അവസ്ഥ. ഇതേ അവസ്ഥ. ഉം. ഞാൻ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിക്കും ഞാൻ ഇത്ര നേരേ തൊടുള്ളൂന്ന്. പക്ഷെ അത് ഒരു ദിവസത്തേക്കേ നടക്കണുള്ളൂടാ. നെക്സ്റ്റ് ഡേ തിരിച്ച് ഈ ഫോൺ എടുത്തു 10-15 മിനിറ്റ് നോക്കാ പറഞ്ഞിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചാനൽ കാണാ പറഞ്ഞിരിക്കും. അപ്പോഴേക്കും സമയം പോവാണ്. അതെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ വീക്കെൻഡ് ഒരു സ്ക്രീൻ ടൈം വരും. ഒരു ഫോർ എ ഹോൾ വീക്ക്. അത് കാണുമ്പോഴാണ് ഞെട്ടുന്നത്. ദൈവമേ! എന്തോരം മണിക്കൂറാ ഞാൻ ഫോണിൽ സ്പെൻഡ് ചെയ്തേന്ന്. ഇതൊരു ശരിക്കും ഒരു അലാമിങ്ങാ. നമുക്ക് പിള്ളേരെയും വയസ്സായവരെയും മാത്രമല്ല നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തേണ്ടതും ഒരു എന്താ പറയാ, ശരിക്കും ഒരു ഐ ഓപ്പണർ മാതിരിയാണ് നമുക്കിന്ന്. നിനക്കറിയോ ഞങ്ങളെ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന്? ഉം. മോള് കുറേ ദിവസായിട്ട് എപ്പോഴും ഞങ്ങൾ നോക്കുമ്പോ ആക്ച്വലി അവളുടെ കയ്യിൽ ഫോൺ ഉണ്ട് ഉം. ട്ടോ. എപ്പോ പറഞ്ഞാലും ഞാൻ ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ, ഉം. ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ എന്ന് പറയേ. അവൾക്ക് അപ്പൊ ഇതൊരു ആർഗ്യുമെന്റിൽ എപ്പോഴും നിൽക്കുകയാണ്. ആ. അങ്ങനെ ഇരിക്കുമ്പം അവള് പറഞ്ഞു, സി നിങ്ങൾ വെറുതെ പറയാണ്, ഞാൻ അത്ര സമയമൊന്നും ഫോൺ നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഫോൺ എടുത്തിട്ട് നമുക്ക് ഫോൺ യൂസേജ് ഇപ്പൊ നോക്കിയാൽ അറിയാലോ. അതെ. ഈ പറഞ്ഞ പോലെ ഓരോ ആപ്പിന്റെ മേലെ എത്ര ടൈം സ്പെൻഡ് ചെയ്തു ഉം. നോക്കിയപ്പോ ആ ദിവസം അവൾ ഓൾമോസ്റ്റ് 7 hours ഏതോ ഒരു വീക്കെൻഡ് അവളുടെ 7 hours പറഞ്ഞ എത്ര ലോങ്ങാ ഉം. റിയലൈസേ ചെയ്യുന്നില്ല. അപ്പം അവള് തന്നെ അവളുടെ ആർഗ്യുമെന്റിൽ അവൾക്ക് തന്നെ മനസ്സിലായി നമ്മൾ റിയലൈസ് ചെയ്യാതെ ചെയ്യുന്നുണ്ട്. അതെ. അത് അവളിൽ കുറച്ച് ചേഞ്ച് വരുത്തി. പക്ഷെ അത് ഞങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ തന്നൂടാ. ഉം. ഞങ്ങളുടെ ഒക്കെ ഫോൺ എടുത്തു. എല്ലാവരുടെ ഫോണിലും നമ്മൾ ആപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ കുറേ നേരം 5 hours ഓ. എന്റത് ഉം. ഇങ്ങനെ ഓരോരുത്തരുടെ ഫോണിൽ ഓരോ ആപ്പിന്റെ മേലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. ഉം. ഒന്ന് ആലോചിച്ചു. അതെ. പക്ഷെ നമുക്കും അങ്ങനെ റെസ്ട്രിക്ഷൻ ഇടാൻ പറ്റൂട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ആപ്പിനും ഇത്ര ഇത്ര ടൈം വെച്ചിട്ടൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മളുടെ ഫോണിൽ ചെയ്യില്ല. പിള്ളേരുടെ ഫോണിൽ നമ്മൾ ചെയ്യും. അപ്പൊ അവര് തിരിച്ചും ചോദിക്കും, വാട്ട് റെസ്ട്രിക്ഷൻ ഡു യു ഹാവ് ന്ന്. അപ്പൊ നമ്മളും അക്കൗണ്ടബിൾ ആണ് ആക്ച്വലി. പക്ഷെ ഞാനൊരു കാര്യം പറയാം. യൂട്യൂബിന് മാത്രം നിങ്ങൾ 1 മണിക്കൂർ കൊടുക്കണം. ഞങ്ങളുടെ എക്കോ സോഫ്റ്റ്വെയർ കണ്ടേ പറ്റുള്ളൂ. അതെ 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 ഞങ്ങൾ ഇതേപോലെ വീട്ടിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പക്ഷെ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഒരു സിമ്പിൾ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉം. കേട്ടോ. അത് ഉം. ഇപ്പം കറന്റ്ലി എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി പോസിബിൾ ആയ ഉം. ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഫുൾ ഫാമിലി അടുത്തിരിക്കുമ്പോൾ ഉം. എല്ലാവർക്കും ഉം. അവരവരുടെ ഫോൺ കംപ്ലീറ്റ്ലി മാറ്റി വെക്കാം. ആ 20 to 30 minutes ഓഫീസിലെ വർക്ക് ഉണ്ടാവും, ഉം. and ഏത് പ്രൊഫഷൻ ആയാലും കാര്യങ്ങൾ ഉണ്ടാവും, പഠിപ്പ്, റിലേറ്റീവ്സ്, കോള് ഒക്കെ മാറ്റി വെച്ചിട്ട് ആ 20 minutes നമുക്ക് സോളിഡ് ആയിട്ട് ഓൺലി ഫാമിലി ടൈം ആക്കാലോ.
അതെ. അതുപോലെ ഞാന് നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത്, നമ്മൾ ഈ കിടക്കാൻ വേണ്ടി പോകുമ്പളും ഇതുപോലെ ബെഡ്റൂമിലും ഫോൺസ് ഒരു ടൈപ്പ് ഓഫ് ഗാഡ്ജറ്റും ലൈക്ക് ടാബ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഒന്നും നമ്മൾ കേറ്റാൻ പാടില്ല എന്നുള്ളൊരു റൂളും കൂടെ വെച്ച് കഴിഞ്ഞഴിഞ്ഞാൽ, ഈ കിടക്കുന്നതിന് മുമ്പേ ഒരു ഫാമിലി ആയിട്ട് ആ അന്നത്തെ എല്ലാം ഒരു ഒരു എന്താ പറയാ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവല്ലേ പീസ്ഫുൾ ആയിട്ട്. അപ്പം ഈ മൊബൈൽ യൂസേജ് ഒന്നും ഇല്ലാതെ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങിയ ആ ഒരു ഡേയും നന്നായിട്ട് എൻഡ് ആവും അല്ലേ? അതെ. ഫോൺ വന്നപ്പം, ഫോൺ ഇങ്ങനെ ഓരോ ഫെസിലിറ്റി കൂടി കൂടി വന്നപ്പം നമ്മൾ എന്താ വിചാരിച്ചേ? ദൂരെയുള്ള റിലേറ്റീവ്സ്, വിട്ടുപോയ ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെ എല്ലാരായിട്ടും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയെന്നാ വിചാരിച്ചെ. പക്ഷെ സൈഡ് ബൈ സൈഡ് നീ പറഞ്ഞതാ റൈറ്റ്. നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ കുറച്ച് അകലുകയാണ്. അതെ. എന്തെന്ന് പറഞ്ഞാ ഒരു വീട്ടില് 4 പേരേ ഉള്ളൂ. ഒരു ബ്രേക്ക് വരുമ്പോ 4 പേരും ഫോണും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ, ആ ഒരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് വരുന്നില്ല. അവിടെ ഒരു ഡിറ്റാച്ച്മെന്റാ വരുന്നത്. ദോ ഫിസിക്കലി എല്ലാവരും ഉണ്ടെങ്കിലും, എല്ലാരും അങ്ങ് ദൂരെ പോകുന്നത് പോലെയാ. എന്നാ ദൂരെ ഇരിക്കുന്ന ആരെയെങ്കിലും ഒന്ന് അടുത്ത് കാണണംന്ന് പറഞ്ഞാ ഒരു വീഡിയോ കോൾ ചെയ്താ മതി. നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. ശരി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ സാധനം ഗാഡ്ജറ്റ്സ് ആയാലും ഇപ്പൊ വെഹിക്കിൾസ് വാട്ടെവർ ഇറ്റ് ഈസ് അതിന്റെ ബെസ്റ്റ് യൂസ് നമ്മൾ ചെയ്യുമ്പം നമുക്ക് അതിന്റെ 100% യൂസേജും അതിന്റെ എന്തെങ്കിലും ഒരു ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ വേയിൽ യൂസ് ചെയ്താൽ അത് അതെ. നമുക്ക് അവോയ്ഡും ചെയ്യാൻ പറ്റും. കറക്റ്റ്. അതെ. സോ ലെറ്റ്സ് കൗണ്ട് ആർ ബ്ലെസ്സിങ്സ് അല്ലേ? ദൂരെയുള്ളവരെ കാണാൻ പറ്റുന്നത് എന്തൊരു നല്ല ബ്ലെസ്സിങ് ആണ്. അടുത്തുള്ളവരെ കൂട്ടിപ്പിടിച്ചിരുത്താൻ പറ്റുന്നത് അതിലും ഉം. വലിയ ബ്ലെസ്സിങ്. അപ്പൊ നമുക്ക് ഫോണ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ ഗുഡ് വേ ആസ് വെൽ ആസ് കെപ്റ്റ് അസൈഡ് വേണ്ടാത്തപ്പം. അതെ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? സോ ഞങ്ങളുടെ യൂട്യൂബ് കാണാൻ മറക്കരുത് കേട്ടോ യൂട്യൂബിൽ ടൈമിംഗ് വെക്കുമ്പോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹോവിസ്. റൺ Run ആൻഡ് and ഗോ. go.